ചിക്കൻ കറി ഉണ്ടാക്കാം. അതായത് പാലക് ചിക്കൻ കറി. അതിനായി ഒരു പിടി പാലക് ഇതൊന്ന് കട്ട് ചെയ്ത് ചെറുതാക്കി മിക്സിയിൽ അടിച്ച് പേസ്റ്റാക്കി എടുക്കണം. പിന്നെ 1.25 കിലോ ചിക്കൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ട മറ്റ് സാധനങ്ങളെല്ലാം ഞാൻ പെട്ടെന്ന് പറയാം. സ്പൈസസ്, 5 പച്ചമുളക്, ബട്ടർ, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കാഷ്യൂ, മല്ലിയില, 2 ചെറിയ തക്കാളി അരിഞ്ഞത്, ഉപ്പ്, ലാസ്റ്റ് ചേർക്കാനായി കസൂരി മെത്തി, ജീരകത്തിൻ്റെ പൊടി, 5 മീഡിയം സവാള അരിഞ്ഞത്, ഒരു 3 ടേബിൾ സ്പൂൺ തൈര്, പിന്നെ സ്പൈസസ് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, ലേശം കുരുമുളക് പൊടി. ഇത്രയാണ് ഈ പാലക് ചിക്കന് വേണ്ട ആവശ്യമുള്ള സാധനങ്ങൾ. ഇനി ആദ്യം നമുക്ക് ഈ പാലക്കൊന്ന് കട്ട് ചെയ്ത് ചെറിയ പീസാക്കാം. സ്റ്റൗ കത്തിക്കാം. വെള്ളം ഒന്ന് ചൂടാകട്ടെ. പാലക്കെല്ലാം നമ്മൾ 2ആയി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വെള്ളം ചൂടാകാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. നമുക്കതിലേക്ക് പാലക്ക് ചേർത്തൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. അടച്ചു വെച്ച് ബോയിൽ ചെയ്ത് ഈ സമയം കൊണ്ട് നമുക്ക് ചിക്കനിലേക്ക് 3 ടേബിൾ സ്പൂൺ തൈര്, 1/4 ടീസ്പൂൺ ഉപ്പ്, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു നാരങ്ങയുടെ നീര്, നാരങ്ങ മതി, നാരങ്ങ നീര് എല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. മിക്സ് ചെയ്ത് നമുക്ക് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ പറ്റും. പാലക്കെല്ലാം നല്ലതുപോലെ വെന്തിട്ട് സമയം ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം നമുക്കിതൊന്ന് തണുക്കാനായി സ്ട്രെയിനറിൽ ഊറ്റി വെക്കാം. അത് തണുക്കട്ടെ. ചിക്കൻ കറി ഉണ്ടാക്കുന്നതിനായി ഒരു പാത്രം അടുപ്പിൽ വെച്ച് സ്റ്റൗ കത്തിക്കാം. പാത്രം ഒന്ന് ചൂടായിട്ടുണ്ട്. നമുക്ക് ഏകദേശം കുറച്ച് സൺഫ്ലവർ ഓയിലും ഒരു ചെറിയ പീസ് ബട്ടറും കൂടെ ചേർക്കാം. അതൊന്ന് ചൂടാകട്ടെ. ചൂടാകുമ്പോൾ നമുക്ക് സ്പൈസസ് ചേർക്കാം. പട്ട, ഗ്രാമ്പൂ, ഏലക്ക, കുരുമുളക്, തക്കോലം, ബേ ലീവ്സ്, ഇത്രയാണ് ഇത് ചേർക്കുന്നത്. എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ചൂടാകട്ടെ. നമ്മൾ ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് നന്നായി ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കാം. ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് വഴറ്റാം. ഒന്ന് വാടുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർക്കാം. അടപ്പം തുറക്കാം. ഉള്ളിയൊക്കെ ഒരുവിധം നല്ല വഴഞ്ഞിട്ടുണ്ട്. ചെറിയൊരു തക്കാളി എണ്ണ ചേർക്കാം. നമ്മൾ തൈരും നാരങ്ങ നീരുമൊക്കെ ചേർത്തത് കാരണം അധികം തക്കാളിയുടെ ആവശ്യമില്ല. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ചീര പെട്ടെന്ന് തണുക്കുന്നതിനായി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റാം.
5 പച്ചമുളക് എടുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ, കുറച്ച് മല്ലിയില, പേസ്റ്റാക്കി എടുക്കാൻ ആവശ്യമുള്ള കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് അടച്ചു വെച്ച് പേസ്റ്റാക്കിയാണ് പേസ്റ്റ് എടുത്തിട്ടുണ്ട്. എല്ലാം നല്ലതുപോലെ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. നന്നായി വഴന്നിട്ടുണ്ട്. ഈ സമയത്ത് സൈഡിലോട്ടൊന്ന് മാറ്റിയ ശേഷം മസാലപ്പൊടികൾ ചേർക്കാം. 1 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി. നമ്മൾ 5 പച്ചമുളക് ഇത് ചേർത്തിട്ടുള്ളൂ. ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഗരം മസാലപ്പൊടി നമുക്ക് ലാസ്റ്റ് ചേർക്കാം. 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. ഈ പൊടികളെല്ലാം കൂടെ നമുക്ക് ഈ ഓയിലൊന്ന് മൂപ്പിക്കാം. ഇതിൽ ജീരകത്തിൻ്റെ പൊടി കൂടുതൽ ചേർത്തിട്ടുണ്ട്. ജീരകത്തിൻ്റെ പൊടിയുടെ കൂടെ തന്നെ നമ്മൾ കുറച്ച് പെരുംജീരകത്തിൻ്റെ പൊടിയും കൂടെ മിക്സ് ചെയ്താണ് ചേർത്തത്. പച്ചമണം മാത്രം ഒന്ന് വഴറ്റി എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനെല്ലാം നല്ലതുപോലെ വഴന്ന് പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർക്കാം. എല്ലാം കൂടെ മിക്സ് ചെയ്യും. മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ചിക്കനൊക്കെ പകുതി വേവായിട്ടുണ്ട്. കറിവിധം പകുതിയോളം കൊടുത്തിട്ടുണ്ട്. ഈ സമയം നമുക്കൊന്ന് ഇളക്കി കൊടുത്ത ശേഷം മിക്സിയിൽ പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന പാൽ മിക്സ്. നമ്മളിത് കാഷ്യൂ എല്ലാം അരച്ചിട്ടുണ്ട്, അതുകൊണ്ട് ലാസ്റ്റ് ക്രീം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ലതുപോലെ ഇളക്കി അടച്ച് വെച്ചൊരു 5 മിനിറ്റ് കൂടെ നമുക്കൊന്ന് വേവിച്ച് എടുക്കാം. അപ്പോൾ നമുക്ക് ഉപ്പും കൂടെ ഒന്ന് നോക്കാം. ഉപ്പ് ശകലം കുറവാണ്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് അത് ഇളക്കിയ ശേഷം അടച്ചു വെച്ച് വേവിക്കാം. മീഡിയം ഫ്ലെയിമിൽ വേവിക്കാം. അതിൻ്റെ അടപ്പ് തുറക്കാം. പാലക് ചിക്കൻ കറിയെല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു ടീസ്പൂൺ കസൂരി മേത്തി ചേർക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യുക. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. പാലക് ചിക്കൻ കറി റെഡി. തണുത്ത ശേഷം നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. അടച്ചു വയ്ക്കാം. ഇരുന്ന് കുറേ വറ്റും. ഇത് കറിയെല്ലാം വെന്ത്
കുറുകിയിട്ടുണ്ട്. പാത്രത്തിൻ്റെ അടപ്പൊന്ന് തുറക്കും. പാലക് ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. വെന്ത് കുറുകിയ ഗ്രേവി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. പാലക് ചിക്കൻ കറി റെഡി.